കയ്യേറിയ ആരാന്റെ ഭൂമിയിൽ സുരക്ഷിതത്വം വേണമെന്നാവശ്യപ്പെട്ട് ഭൂഗോളത്തിൻ്റെ വലിയൊരു പ്രദേശം മുഴുവൻ കത്തിച്ചു നിർത്തിയ ഇസ്രായേൽ എന്ന തമ്മാടി രാജ്യവും ആത്മാവിനെ പിശാചിന് പണയം വെച്ച് അവരെ പിന്തുണച്ച മറ്റ് രാജ്യങ്ങളും ചരിത്രത്തിൻ്റെ അനിവാര്യമായ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങുകയാണിപ്പോൾ. ഈ തിരിച്ചടി നൽകിയ ഇറാനുമുണ്ട് ചരിത്രത്തിൽ നിന്ന് ചിലത് പറയാൻ. ഇറാനിലൂടെ നടത്തിയ സുദീർഘമായ യാത്രകളുടെ പശ്ചാത്തലത്തിൽ ആ രാജ്യത്തിൻ്റെ പോരാട്ട വീര്യങ്ങളുടെ കഥ പറയുകയാണ് ഈ ലക്കം ജേർണലിസ്റ്റ്. സാംസ്കാരികമായ സവിശേഷതകൾ കൊണ്ടും ഭൂതകാലത്തിന്റെ ശേഷിപ്പുകൾ കൊണ്ടും സഞ്ചാരിയെ അതിശയിപ്പിക്കുന്ന രാജ്യമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അവരുടെ എണ്ണസമ്പത്ത് കൊള്ളയിടാൻ സമ്മതം കൊടുക്കാത്തതിന് പരിഷ്കൃതരെന്ന് അഭിമാനിക്കുന്നവർ അടിച്ചേൽപ്പിച്ച ഉപരോധമില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ഇന്നുള്ള ഏറ്റവും ശക്തമായ സമ്പദ്ഘടനകളിലൊന്നാവുമായിരുന്നു ഈ രാജ്യത്തിൻ്റെത്. കൊല്ലാം, പക്ഷെ കീഴടക്കാനാവില്ല എന്ന നിലപാടിന്റെ തമ്പുരാക്കന്മാർ ഭരിക്കുന്ന രാജ്യം. സ്വാതന്ത്ര്യം വെറുതെ കിട്ടുന്ന ഒന്നല്ല. ആസാദി സ്ക്വയർ എന്ന തെഹ്റാനിലെ സ്വാതന്ത്ര്യ സമര സ്മാരകത്തിലേക്ക് കടക്കുന്നിടത്ത് എഴുതിവെച്ച ഇമാം ഖുമൈനിയുടെ വാക്കുകളാണിത്. ഒരു രാജ്യം അതിന്റെ വിപ്ലവകാരികളെ ആദരിക്കാനും അവരുടെ പോരാട്ടങ്ങളുടെ ചരിത്രം പിൽക്കാല തലമുറകളെ ഓർമ്മപ്പെടുത്താനും ഉണ്ടാക്കിവെച്ച സ്മാരകമാണിത്. പോയ കാലത്തും ഇപ്പോഴും ഒരാളുടെ മുമ്പിലും ഇന്നോളവും തലകുനിച്ചു നിന്ന ചരിത്രം ഇറാനില്ല. റോമൻ, ബൈസന്റൈൻ, മംഗോൾ, ഉസ്മാനിയ, ബ്രിട്ടീഷ്, സോവിയറ്റ് യൂണിയൻ, എന്തിനേറെ ഇസ്ലാമിക ഭരണകൂടങ്ങളായിരുന്ന അബ്ബാസിദുകൾക്കോ മംലൂക്കുകൾക്കോ പോലും പൂർണ്ണമായും കീഴടക്കാൻ കഴിയാതിരുന്ന രാജ്യമാണിത്. മധ്യപൗരസ്ത്യൻ നാടുകളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ള യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റുകളുള്ള ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരുമുള്ള രാജ്യം. ഈ രാജ്യത്തെ ജനങ്ങളെപ്പോലെ സൗമ്യരും സ്നേഹസമ്പന്നരുമായവരെ മറ്റൊരു നാട്ടിലും കാണാനാവില്ല. തബ്രീസ്, തെഹ്റാൻ, മഷ്ഹദ്, ഖും, യസ്ദ്, ഇസ്ഫഹാൻ, ഷിറാസ്. മാനവികതയുടെ ചരിത്രത്തിലെ നിരവധി നിർണായകമായ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന എത്രയോ ചെറുതും വലുതുമായ പട്ടണങ്ങൾ. കാലഹരണപ്പെട്ട വാഹനങ്ങളും പഴഞ്ചൻ മട്ടിലുള്ള കച്ചവട സ്ഥാപനങ്ങളും. ഉപരോധത്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ വികസനം വഴിമുട്ടിയ ഈ നഗരങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചുമൊക്കെ ജേർണലിസ്റ്റ് നേരത്തെ തയ്യാറാക്കിയ എപ്പിസോഡുകൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഉപരോധം കൊണ്ട് നട്ടലൊടിഞ്ഞിട്ടും ഇറാനുമായുള്ള യുദ്ധത്തിൽ എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടു? എന്തുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ എങ്ങുമെത്താതെ പോയി? കഷ്ടിച്ച് 1.5 വർഷം മുമ്പ് ഇറാനിലൂടെ നടത്തിയ യാത്രക്കിടയിൽ ജേർണലിസ്റ്റ് കണ്ട ഭരണകൂട വിരുദ്ധ ജനവികാരം ആ രാജ്യത്തു നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞ കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗസയിൽ വംശഹത്യയ്ക്ക് ഇസ്രായേൽ തുടക്കമിട്ട് 2 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ജേർണലിസ്റ്റിന്റെ അന്നത്തെ യാത്രകൾ. തെഹ്റാനിലും മറ്റും നഗരകേന്ദ്രീകൃതമായി മാത്രമാണ് ഇസ്രായേലിനെതിരെ ഒറ്റപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾ. ഗവൺമെന്റിന്റെ അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളാണ് ആ രാജ്യത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരും. ഇറാനിലെ നഗരങ്ങളിലും അവിടുത്തെ ആണവ നിലയങ്ങൾക്കുമേൽ ഇസ്രായേലും അമേരിക്കയും ബോംബുകൾ വർഷിച്ചതോടെ ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും ജനം തെരുവിലിറങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. എന്താണ് അവിടെ പൊടുന്നനെയുണ്ടായ ഈ മാറ്റത്തിന്റെ കാരണം? ഇറാനെ മനസ്സിലാക്കുന്നിടത്ത് അന്താരാഷ്ട്ര ശക്തികൾക്ക് പറ്റിയ വലിയൊരു തെറ്റിന്റെ കഥയാണിത്. 50 വർഷമായി നേരിടുന്ന ഉപരോധത്തിന്റെ ഭാഗമായി അന്നാട്ടുകാർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അവരുടെ ഭരണകൂടങ്ങളോടുള്ള വിരോധമായി ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ രാജ്യം ആക്രമിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിന് ഒരു ചരിത്രമുണ്ട്. അമേരിക്ക ആക്രമിച്ചുവെന്ന് അവകാശപ്പെടുന്ന നതാൻസിലൂടെയും ഇസ്ഫഹാനിലൂടെയും ജേർണലിസ്റ്റ് മുമ്പൊരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ട്. യസ്ദിൽ നിന്നും കസാനിലേക്കുള്ള വഴിയിലാണ് നതാൻസ് പ്രവിശ്യ. നിറയെ കുന്നും മലകളുമുള്ള ഈ പ്രദേശത്ത് എത്തുന്നതുവരെയും സുഹൃത്ത് ബിലാൽ ക്യാമറയുമായി ബസിന്റെ മുൻഭാഗത്തെ തറയിൽ ഇരിക്കുകയായിരുന്നു. അതിമനോഹരമായ ആ പ്രദേശത്തേക്ക് ബസ് കടന്നയുടൻ ഡ്രൈവർ സ്വന്തം സീറ്റിലേക്ക് തിരികെ പോകാൻ കർശനമായി ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ആ വഴിയിലുടനീളം CCTV ക്യാമറകളും മിലിറ്ററി ചെക്ക് പോസ്റ്റുകളും ഉണ്ടെന്നും ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ടാൽ പട്ടാളം വഴിയിൽ പിടിച്ചെടുക്കുമെന്നുമാണ് അയാൾ പറഞ്ഞത്. ചെക്ക് പോസ്റ്റുകളുടെ കാര്യം ശരിയായിരുന്നു. പക്ഷെ CCTV ക്യാമറകൾ ഞങ്ങൾ എവിടെയും കണ്ടില്ല. അത്രയൊന്നും പുരോഗമിച്ച സുരക്ഷാ സംവിധാനങ്ങൾ ആ മലനിരകൾക്കിടയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറിപ്പോകുന്ന റോഡുകൾക്കകത്തെവിടെയോ അങ്ങനെയൊരു ആണവ നിലയം പക്ഷെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതുവഴിയെ സഞ്ചരിക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം പോലും ഇസ്രായേൽ ഈ നിലയം തകർക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തുടർച്ചയായി ഇങ്ങനെ നടക്കുന്ന ആക്രമണങ്ങൾക്കിടയിലും അവിടെയാണ് ഇറാൻ യുറാനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നാണ് പാശ്ചാത്യ ലോകം പറഞ്ഞു പിടിപ്പിച്ച കഥകളിലൊന്ന്. സത്യത്തിൽ അതിലെവിടെയോ ഒരു പന്തികേടുണ്ടായിരുന്നു.
ഇസ്രായേൽ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടിടത്ത് ഒടുക്കം അമേരിക്കയും തോൽവി സമ്മതിച്ചുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സാമ്രാജ്യത്വ ദുർമോഹങ്ങളുടെ സമ്പൂർണമായ പരാജയമാണ് ഇത്തവണയുണ്ടായത്. 7-8 പതിറ്റാണ്ടുകളായി അമേരിക്ക നടത്തുന്ന അട്ടിമറി ശ്രമങ്ങളിൽ ഒടുവിലത്തേതു മാത്രമാണ് ഇത്തവണ അരങ്ങേറിയത്. കാലവും ചരിത്രവും സാക്ഷി നിൽക്കുന്ന 2 കെട്ടിടങ്ങളിൽ നിന്ന് വേണം ആ കഥകൾ പറഞ്ഞു തുടങ്ങാൻ. അതിലൊന്ന് അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പഹ്ലവി രാജകുമാരന്റെ പിതാവ് മുഹമ്മദ് റിസ ഷായുടെ കാലഘട്ടമാണ്. ഇറാന്റെ ചരിത്രം കണ്ട ഏറ്റവും നെറികെട്ട ആ ഭരണകൂടത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന നിവരൻ പാലസ് എന്ന ഈ കൊട്ടാരത്തിലിരുന്നാണ് അമേരിക്കയുടെ പാവയായി മുഹമ്മദ് റിസ ഷാ പഹ്ലവി ഇറാനെ ഭരിച്ചു മുട്ടിച്ചത്. ഇന്നത് ഇറാനിലെ മ്യൂസിയങ്ങളിലൊന്നാണ്. 1979 റിസ പഹ്ലവിക്കെതിരെ ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടം ഇറാനിൽ അധികാരമേറ്റത്. നാടുവിട്ടോടിയ റിസ പഹ്ലവിക്ക് അമേരിക്ക അന്ന് അഭയം നൽകി. അതോടെ ഇറാനിലെ അമേരിക്കൻ എംബസി കയ്യേറിയ തെഹ്റാൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവിടുത്തെ 52 നയതന്ത്ര ഉദ്യോഗസ്ഥരെ 444 ദിവസം ബന്ദികളാക്കി വെച്ചു. ഇതാണ് തെഹ്റാനിലെ വിഖ്യാതമായ ആ എംബസി കെട്ടിടം. പിൽക്കാലത്ത് ഇറാന്റെ പ്രസിഡന്റായി മാറിയ അഹമ്മദി നജാദ് ആയിരുന്നു അന്നത്തെ വിദ്യാർത്ഥി സംഘത്തിന്റെ നേതാക്കളിൽ ഒരാൾ. അമേരിക്ക എന്ന സൂപ്പർ പവറുമായുള്ള ഇറാന്റെ ഏറ്റുമുട്ടലുകളുടെ തുടക്കമായിരുന്നു ഇത്. അമേരിക്കയുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്കും അന്ന് ഇറാൻ തയ്യാറായില്ല. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ എംബസിയിൽ സൈനികമായ ഇടപെടലിന് ഉത്തരവിട്ടു. അതിനുവേണ്ടി ഇറാനിലേക്ക് പുറപ്പെട്ട പോർവിമാനം മരുഭൂമിയിൽ എവിടെയോ ദുരൂഹമായ രീതിയിൽ തകർന്നു വീഴുകയും അതിലുണ്ടായിരുന്ന 8 സൈനികരും കൊല്ലപ്പെടുകയും ചെയ്തതോടെ ഒടുവിൽ അമേരിക്ക പരാജയം സമ്മതിച്ചു. ഇറാന്റെ അന്നത്തെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖുമൈനിയുടെ അതീന്ദ്രിയമായ കഴിവായാണ് ഈ വിമാനത്തിന്റെ തകർച്ച ചിത്രീകരിക്കപ്പെട്ടത്. കഴിഞ്ഞ 80 വർഷമായി ഇറാനും അമേരിക്കയിൽ തമ്മിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകങ്ങളിലൊന്നായി ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ എംബസി വളപ്പിൽ സൂക്ഷിച്ചത് കാണാം. ബന്ദികളുടെ മോചനത്തിനായി ഇടപെട്ട അൾജീരിയയുടെ മധ്യസ്ഥതയിലാണ് ഒടുവിൽ ഇരു രാജ്യങ്ങളും ഒത്തുതീർപ്പിലെത്തിയത്. മുഹമ്മദ് റിസ ഷാ പഹ്ലവി അടിച്ചുമാറ്റി അമേരിക്കൻ ബാങ്കിൽ സൂക്ഷിച്ച ഇറാന്റെ $8 ബില്യൺ തിരികെ നൽകുകയും ഇനി ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് കാർട്ടർ രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്തു. ഇതോടെയാണ് ഹോസ്റ്റേജ് ക്രൈസിസ് എന്നറിയപ്പെട്ട ഈ നാണക്കേടിൽ നിന്ന് അമേരിക്ക തലയൂരിയത്. പ്രസിഡന്റ് പദവിയിലേക്ക് 2ാം ഊഴം തേടി മത്സരത്തിനിറങ്ങിയ ജിമ്മി കാർട്ടർ പരമദയനീയമായി പരാജയപ്പെട്ടു. റൊണാൾഡ് റീഗൻ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തിയിട്ടും അവരെ കാർട്ടർക്ക് കൈമാറാൻ ഖുമൈനി അന്ന് കൂട്ടാക്കിയിരുന്നില്ല. റീഗൻ ഓഫീസിലെത്തി ചുമതലയേറ്റതിനു ശേഷമാണ് തെഹ്റാനിൽ നിന്നും അൾജീരിയയിലേക്കും പിന്നീട് ജർമ്മനി വഴി അമേരിക്കയിലേക്കും ബന്ദികളെ കൊണ്ടുപോയത്. ഈ സംഭവത്തിന് ശേഷമാണ് പശ്ചാത്തല ലോബി ഇറാനെ ഒരു തെമ്മാടി രാജ്യമായി വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. ചരിത്രമുറങ്ങിക്കിടക്കുന്ന ഈ എംബസി മന്ദിരം അമേരിക്കയുടെ പരാജയത്തിന്റെ മ്യൂസിയങ്ങളിലൊന്നായി ഇന്ന് ഇറാനിൽ ബാക്കിയുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം 1980 മുതൽ ഇന്നേ വരെയും അമേരിക്കക്ക് നയതന്ത്ര കാര്യാലയമില്ലാത്ത രാജ്യങ്ങളിലൊന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. ഹോസ്റ്റേജ് ക്രൈസിസ് കഴിഞ്ഞ് 45 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷവും ഡൗൺ വിത്ത് USA എന്ന മുദ്രാവാക്യത്തിന് ഇറാനിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇറാന്റെ വിദേശകാര്യ മേഖലയിൽ ശക്തമായ നിലപാടാണ് അമേരിക്കക്കെതിരെ നിലനിൽക്കുന്നത്. ജിമ്മി കാർട്ടർ പറഞ്ഞയച്ച സൈനിക വിമാനം 1980 ഏപ്രിൽ 25 തബസ് മരുഭൂമിയിൽ തകർന്നു വീണ സംഭവത്തിന് ശേഷം ഇറാന്റെ വ്യോമാതിർത്തിയിൽ അമേരിക്ക സൈനികമായി കടന്നു കയറിയത് ഇസ്രായേലുമായി നടന്ന ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അൾജീരിയൻ മധ്യസ്ഥതയിൽ അമേരിക്കൻ ഭരണകൂടം എഴുതി നൽകിയ കരാറിന്റെ ലംഘനം കൂടിയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയത്. ഖാമനയിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിന് പിന്തുണ നൽകിയില്ലെന്ന ട്രംപിന്റെ പ്രസ്താവനയിലും ഏതോ പ്രകാരത്തിൽ അത്തരം ചർച്ചകൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് ബാക്കിയാവുന്നുണ്ട്. നീണ്ട 45 വർഷങ്ങൾക്കിപ്പുറവും ഹോസ്റ്റേജ് ക്രൈസിസിന്റെ ആഘാതത്തിൽ നിന്ന് അമേരിക്ക മോചിതമായിട്ടില്ലെന്നർത്ഥം. ഇറാനിലെ ഗവൺമെന്റുകളെ അട്ടിമറിക്കാനുള്ള അമേരിക്കയുടെ ആദ്യത്തെ നീക്കം 8 നൂറ്റാണ്ട് മുമ്പെയായിരുന്നു നടന്നത്. ഇറാന്റെ എണ്ണസമ്പത്ത് ദേശസാൽക്കരിച്ച മുഹമ്മദ് മൊസാദെ എന്ന പ്രധാനമന്ത്രിയെ താഴെയിറക്കിയായിരുന്നു 1953 മുഹമ്മദ് റിസ ഷാ പഹ്ലവിയെ അമേരിക്ക തെഹ്റാനിൽ കുടിയിരുത്തിയത്. ജനാധിപത്യ വിരുദ്ധനും ക്രൂരനുമായിരുന്ന ഈ രാജാവ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തിനേയും അമേരിക്കയ്ക്ക് വേണ്ടി അടിച്ചൊതുക്കി. അതുമാത്രമായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റുകളെയും എഴുത്തുകാരെയും ബുദ്ധിജീവികളെയും ഒക്കെ തുറുങ്കിലടച്ചു. ഇടതുപക്ഷ സഹയാത്രികനും കവിയുമായിരുന്ന ഖുസ്രോ കൊൽസോർക്കിക്ക് വധശിക്ഷ നടപ്പാക്കി. സാവാക് എന്ന ഷായുടെ രഹസ്യ പോലീസ് സംഘം നടത്തിയതിനേക്കാളും ക്രൂരമായ പീഡനമുറകളും മനുഷ്യാവകാശ ലംഘനങ്ങളും മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. സ്ത്രീലമ്പടനും മദ്യാസക്തനുമായിരുന്ന ഷാ തുർക്കിയിലെ അത്താതുർക്കിന്റെ മാതൃകയിൽ ഇറാനിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ചിഹ്നങ്ങൾക്ക് പോലും വിലക്കേർപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് സഹികെട്ട ജനം തെരുവിലിറങ്ങിയത്. ആയത്തുള്ള ഖുമൈനിയിൽ നിന്നും
ആയത്തുള്ള കാമനയിൽ എത്തി നിൽക്കുന്ന ഇസ്ലാമിക ഭരണകൂടം 46 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഉപരോധമുണ്ടാക്കിയ ഭരണപ്രതിസന്ധി സ്വാഭാവികമായും ഗവൺമെന്റിനെതിരെയുള്ള ജനരോഷമായി രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും പക്ഷെ എന്തുകൊണ്ട് കീഴടക്കാൻ വരുന്നവർക്ക് മുമ്പിൽ രാജ്യം ക്ഷണനേരം കൊണ്ട് ഒറ്റക്കെട്ടായി മാറുന്നു? ഈ ചോദ്യമായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലിനെയും ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവമാർഗത്തിൽ ജീവൻ വെടിയുന്നത് ഇസ്ലാമിക സങ്കല്പങ്ങളിൽ ഏറ്റവും പവിത്രമായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ഷിയ ചിന്താധാരകളുടെ തുടക്കം തന്നെ പ്രവാചക പുത്രന്മാരായ ഹസന്റെയും ഹുസന്റെയും കർബല യുദ്ധത്തിലെ രക്തസാക്ഷിത്വത്തിൽ നിന്നാണ്. രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ പതിച്ചു വച്ചിട്ടില്ലാത്ത ഒരങ്ങാടിയും ഇറാനിൽ ഉണ്ടാവാനിടയില്ല. ഓരോ പ്രദേശത്തിനുമുണ്ട് അവരുടേതായ രക്തസാക്ഷികൾ. ഭരണകൂടവും അവരോട് ഏറ്റുമുട്ടുന്ന സിവിൽ സൊസൈറ്റിയുമൊക്കെ അവരവരുടേതായ രക്തസാക്ഷ്യങ്ങളെ ആഘോഷിക്കുന്ന രാജ്യം കൂടിയാണിത്. പക്ഷെ പട്ടാളക്കാരും രാജ്യവും തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറാനു വേണ്ടി രക്തസാക്ഷികളായ അന്യമതസ്ഥരായവർക്ക് പോലും തുല്യ പ്രാധാന്യമാണ് ഈ രാജ്യം നൽകുന്നത്. 4,20,000 അംഗങ്ങളുള്ള ആർത്തിഷ് എന്ന ദേശീയ സൈന്യവും 2,50,000 അംഗങ്ങളുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുമാണ് പ്രധാനമായും ഇറാന്റെ കരുത്ത്. ഈ രണ്ട് വിഭാഗങ്ങളും ആയുധങ്ങളുടെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണെങ്കിലും യുദ്ധതന്ത്രങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ ഏത് സൈന്യത്തോടും കിടപിടിക്കുന്നവരാണ്. ദേശീയ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാമനയുമായി ആശയപരമായ പ്രതിജ്ഞ പുലർത്തുന്നവരാണ് റവല്യൂഷണറി ഗാർഡുകൾ. ഇവർ സിവിലിയൻ ഗവൺമെന്റിനല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, ആത്മീയ നേതൃത്വത്തിനാണ്. പക്ഷെ ആർത്തിഷുകളുടെ ദേശീയ വികാരം IRGCയെക്കാളും ഒട്ടും പിറകിലല്ല. അന്താരാഷ്ട്ര ഉപരോധം മൂലം ആധുനിക യുദ്ധോപകരണങ്ങൾ ഇറാന് ലഭിക്കുന്നില്ലെങ്കിലും സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാൻ സൈന്യം ഇസ്രായേലിൽ തീമഴ തീർത്തത്. അന്താരാഷ്ട്ര ആണവ ഏജൻസിയിലൂടെ ഇറാന്റെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾക്ക് ഇസ്രായേലും അമേരിക്കയും മൂക്കുകയറിട്ടു. എന്നാൽ മറുഭാഗത്ത് മിസൈൽ മേഖലയിൽ ഇറാൻ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന ശക്തിയായി ഉയർന്നു വന്നു. ഇറാന്റെ മുക്കിലും മൂലയിലും ചാരന്മാരെ നിയോഗിച്ചുവെന്ന് അഹങ്കരിച്ചു നടന്ന ഇസ്രായേലിന് ഈ മിസൈലുകളുടെ ശേഷിയെക്കുറിച്ച് പോലും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. അവ ഭൂമിക്കടിയിലെ ഗോഡൌണുകളിൽ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് ലോകത്തെ മുഴുവൻ സാറ്റലൈറ്റ് ഉപയോഗിച്ച് അരിച്ചു പെറുക്കുന്ന അമേരിക്കയും കണ്ടെത്തിയില്ല. ഇത്തിരി കുഞ്ഞന്മാരായ ഹമാസ് പീറ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ വിറപ്പിക്കുന്നതെങ്കിൽ ടെല്ലവീവിന്റെ 1/3 3-4 ഡസൻ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടാണ് ഇറാൻ തവിടുപൊടിയാക്കിയത്. അമേരിക്കയും ഇസ്രായേലുമാണ് മറുപക്ഷത്ത് നിൽക്കുന്നതെങ്കിൽ ഇറാന്റെ പോരാട്ട വീര്യത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. ഒരു ജനതയെ പതിറ്റാണ്ടുകളായി കണ്ണീര് കുടിപ്പിക്കുന്ന ആ കൂട്ടായ്മയോടുള്ള പകയാണ് ഇറാന്റെ ഓരോ മിസൈലുകളിലും തുടിച്ചു നിന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങളും ക്ലസ്റ്റർ ബോംബുകളും മറ്റുമാണ് യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുക എന്ന പഴയ സിദ്ധാന്തം തന്നെ ഇറാൻ മാറ്റിമറിച്ചു. ഒപ്പം ആത്മീയ വീര്യമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന പാഠവും അവർ ലോകത്തിന് പകർന്നു നൽകി. ഇറാൻ ജനതയുടെ ഈ ആത്മവീര്യത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടപ്പോഴാണ് അങ്കിൾ സാമിന് വാലു ചുരുട്ടി ഓടേണ്ടി വന്നത്. ഇറാനിൽ ഇനി ആഘോഷങ്ങളുടെ കാലമാണ്. പ്രവാചക പുത്രനായ ഇമാം ഹുസൈൻ ക്രിസ്തബ്ദം 680 വധിക്കപ്പെട്ടതിന്റെ ഓർമ്മയുണർത്തുന്ന മുഹറം ഈ എപ്പിസോഡ് പുറത്തിറങ്ങുന്നതിന്റെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അകലെ. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ശത്രു സംഹാരത്തിന്റെ വിജയാഘോഷങ്ങൾക്കാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. അലി ഖാമനയി എന്ന ജ്ഞാനവൃദ്ധൻ വീണ്ടും ഒരിക്കൽ കൂടി ആ രാജ്യത്തെ അതിന്റെ ചരിത്രത്തിലേക്കും പ്രതാപത്തിലേക്കും ചേർത്തു നിർത്തുകയാണ്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.